എൻ്റെ ഒരു സ്വഭാവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഓർത്തിങ് ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഞാൻ ഇനി പറയാൻ പോകുന്ന ഒരു സംഭവം എൻ്റെ തോന്നലാണോ അതോ ഇനി സീരിയസ് ആയിട്ടുള്ള കാര്യമാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ സംഭവം പറഞ്ഞുതരാം. ഞങ്ങൾ സ്കൂളിൽ പരിപാടി നടക്കാം. അപ്പോൾ ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും കൂടി ഫസ്റ്റ് റോയിൽ ഇരിക്കുക. കുറച്ച് നേരം അവിടെ നമുക്ക് ബാക്ക് റോയിൽ പോയിരിക്കാം. അവിടെ നമ്മുടെ കോമൺ ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ബാക്ക് റോയിൽ പോയിരുന്നു. അപ്പോൾ അവിടെ ലിമിറ്റഡ് സീറ്റ്സ് ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തതിന് ഒരാൾക്കും കൂടി ഇരിക്കാം. അങ്ങനത്തെ ലെവലിലെ സീറ്റ്സ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിരുന്നു. ആ സമയത്ത് ഒരു കുട്ടി വന്നിട്ട് പറഞ്ഞു, ആരും ഇവിടെ പോയിക്കോ, ആരും ഫ്രണ്ടിലല്ലേ ഇരുന്നിരുന്നത്. നോട്ട് മൈൻഡ് ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കൂടി ഫ്രണ്ടിലിരുന്നത്. എന്നോട് മാത്രം പോകാനാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇവളോട് ഇവള് പറഞ്ഞു നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിരിക്കാമെന്നാണ്. അത് ആ കുട്ടിക്ക് പറ്റിയിരുന്നില്ല. അപ്പോൾ ഞാൻ പോകണമെന്നാണ് ഒരു മൈൻഡ് സെറ്റ്. അപ്പോൾ എനിക്ക് മേ ബി എൻ്റെ തോന്നലാവാം, ഞാൻ എനിക്ക് പോകണം എന്നുള്ളത് എൻ്റെ തോന്നലാവാം. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഇവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ പിന്നെ എനിക്കൊരു തോന്നൽ മേ ബി ഇവിടെ എന്താ ഇത്രയും പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ തണ്ണി പിടിച്ച് നീരിക്കുന്ന നമുക്ക് നീറ്റ് പോയി കൂടി എന്നൊക്കെ ഉള്ള തോന്നൽ ബാക്കിയുള്ളവർക്ക് ഉണ്ടെന്ന് തോന്നിയിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഫ്രണ്ട് പോയിക്കാന്നുള്ളത്. ആൻഡ് നോട്ട് പോയിന്റ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പറഞ്ഞതിന് ശരി പറഞ്ഞതാണ് നമുക്ക് ബാക്കി പോയിരിക്കാന്നുള്ളത്. ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. സ്വാഭാവികമായിട്ടും അവൾ എന്നോട് പറഞ്ഞത് കൊണ്ട് ഞാൻ ഫ്രണ്ട് പോയിരിക്കാന്ന് പറയുമ്പോൾ അതും കൂടി വരുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അവൾ വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ പോയിട്ട് കൂടി വരായിരുന്നു. കാരണം ഇവിടെ വന്നിട്ടാണ് ഞാൻ ബാക്കി പോയിരുന്നത്. അവിടുന്ന് എനിക്ക് നാളെ കേട്ട ഫീലൊക്കെ പോയി തോന്നി. പിന്നെ തോന്നലാമായിട്ടോ. അപ്പോൾ അങ്ങനെ തോന്നി. ഫ്രണ്ട് പോയിരുന്നു. റോഡ് ആ പരിപാടിയിൽ ഞാൻ ഫ്രണ്ട് തന്നെയായിരുന്നു ഇരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ പരിപാടി കഴിയാനായപ്പോൾ ഇവളെൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു എനിക്ക് എന്നോട് ദേഷ്യം ഉണ്ടോ എന്ന് ചോദിച്ചു. ആ സമയത്ത് എനിക്ക് മനസ്സിലായത് ഇങ്ങനെയൊക്കെ ചെയ്താൽ ആയിരിക്കും സങ്കടമാവുമെന്ന് അവൾക്കറിയാം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എന്തൊക്കെ സങ്കടപ്പെട്ടാലും ആര്യശ്രീ പോവില്ല, അല്ലെങ്കിൽ അവളെ വിട്ട് പോവില്ല. അവളെ വിട്ട് പോയി കഴിഞ്ഞാൽ അവൾ ഒറ്റയ്ക്കാവുമെന്നും അവൾക്കറിയാം. അതുകൊണ്ട് ഞാൻ തിരിച്ചു കൊണ്ടുവന്ന് അവൾക്കറിയാം. പിന്നെ ഞാൻ ഒന്നും കൂടി ഇരുന്നിട്ട് ഞാൻ ആലോചിച്ചു, കുറേ ആലോചിച്ചു. പക്ഷെ എന്നാലും മനസ്സിലായിട്ടും കൂടി എൻ്റെ ഒപ്പം വന്നില്ലല്ലോ എന്നുള്ളത് അത് ആലോചിച്ചു. പിന്നെ ഞാൻ കുറേ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് ആദ്യത്തെ വട്ടമല്ല, കുറേ വട്ടം. അതായത് ഞങ്ങളിപ്പോൾ ഒരു 3 വർഷത്തെ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ 4 വർഷത്തെ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പിൽ ഉടനീളം മെച്യൂരിറ്റി ടൈം ഈ കുട്ടീനോട് തന്നെ ചെയ്തിട്ടുണ്ട്. ആൻഡ് സ്റ്റിൽ ഷീ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. അതാലോചിക്കുമ്പോഴാണ് എനിക്ക് കാരണം ഞാൻ അത്രയും സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൾക്കറിയാം ഭയങ്കര സെൻസിറ്റീവാണ്, തൊട്ടാക്കാരെയും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തായിരിക്കും സങ്കടമാവും. എന്നിട്ടും ചെയ്തിട്ട് ദേഷ്യമുണ്ടോ എന്നോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോണ്ടല്ലോ അതിന് ആൾ പൊട്ട ടൈപ്പ് തോന്നുന്നു. ആൻഡ് നിങ്ങൾ പറയൂ, ഇവളാണോ റെഡ് ഫ്ലാഗ്, ഞാനാണോ റെഡ് ഫ്ലാഗ്, അതിൻ്റെ തോന്നലാണോ, അത് ഇവൾ ബെസ്റ്റ് ഫ്രണ്ട് വിളിക്കാൻ പറ്റുമോ? ആകെ കൺഫ്യൂഷൻ അടിച്ചിട്ട് എന്നത് ഇവളോട് പറഞ്ഞിട്ടില്ല. എനിക്ക് ഇങ്ങനത്തെ തോന്നലുണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം ഞാൻ കരയും പറഞ്ഞില്ല. ഇപ്പം തന്നെ കണ്ണിൽ വെള്ളം പറയുന്നുണ്ട്.